ക്വിസ് ആൻഡ് ഫാക്സിന്റെ ശാസ്ത്ര ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടത്തുന്ന ശാസ്ത്ര ക്വിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ എല്ലാ തരത്തിലുള്ള ക്വിസ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോണസ് ചോദ്യത്തെപ്പറ്റി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള ചോദ്യമാണ് ബോണസ് ചോദ്യം. അതിന്റെ ഉത്തരം അറിയുന്നവരെല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. അതിൽ കുറച്ചു പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ചോദ്യങ്ങളെല്ലാം മുൻ വർഷങ്ങളിലെ ശാസ്ത്രമേളയിലെ ശാസ്ത്ര ക്വിസിൽ നിന്ന് എടുത്തതും അതുപോലെ തന്നെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ്. അതുകൊണ്ടെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങളെല്ലാവരും അവസാനം വരെ കണ്ട് ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഏറ്റവും സിമ്പിളായ ചോദ്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം അല്ലെങ്കിൽ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. ഓർത്തിരിക്കുക, ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ. രണ്ടാമത്തെ ചോദ്യം, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്? ആദ്യത്തെ ചോദ്യവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണിത്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് CV രാമന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയ വർഷമാണ് 1928. ദിവസം ഫെബ്രുവരി 28 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത്. രണ്ടാമത്തെ ചോദ്യം നമുക്ക് ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം സ്വിഗ്മോ മാനോമീറ്റർ. പറയാൻ കുറച്ച് പാടാണെങ്കിലും സ്പെല്ലിംഗ് എല്ലാവരും ഓർത്തിരിക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതിന്റെ അക്ഷരം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് സ്വിഗ്മോ മാനോമീറ്റർ. നാലാമത്തെ ചോദ്യം, ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച ഓർഗാനിക് സംയുക്തം അല്ലെങ്കിൽ കോമ്പൗണ്ട് ഏതാണ്? ഉത്തരം യൂറിയ. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച ഓർഗാനിക് സംയുക്തം അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ പേര് യൂറിയ എന്നാണ്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ബ്ലൂ വിട്രോൾ എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം ഏതാണ്? ഉത്തരം കോപ്പർ സൾഫേറ്റ്. ബ്ലൂ വിട്രോൾ എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം കോപ്പർ സൾഫേറ്റ് ആണ്. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കോപ്പർ സൾഫേറ്റ്. അടുത്ത ചോദ്യം, തൈറോയിഡ് ഗ്രന്ഥിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? ഉത്തരം അയഡിൻ. അയഡിൻ ആണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകം. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അയഡിൻ. ചോദ്യം നമ്പർ 7, ശരീരത്തിലെ ഫാക്ടറി എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ശരീരത്തിലെ ഫാക്ടറി എന്നറിയപ്പെടുന്ന അവയവം നമ്മുടെ കരൾ അല്ലെങ്കിൽ ലിവർ ആണ്. ഒന്നുകൂടി പറയാം, ശരീരത്തിലെ ഫാക്ടറി എന്നറിയപ്പെടുന്നത് നമ്മുടെ കരൾ. എട്ടാമത്തെ ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ബാരോമീറ്റർ എന്നാണ്. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബാരോമീറ്റർ. ഒൻപതാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട ചോദ്യമാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? ഓർത്തിരിക്കുക, നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള വിറ്റാമിനുകളാണുള്ളത്. ഒന്നാമത്തേത് ജലത്തിൽ ലയിക്കുന്നവ, രണ്ടാമത്തേത് കൊഴുപ്പിൽ അല്ലെങ്കിൽ ഫാറ്റിൽ ഡിസോൾവ് ആവുന്ന വിറ്റാമിനുകൾ. ഇതിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഓർത്തിരിക്കുക, വിറ്റാമിൻ ബി ആൻഡ് വിറ്റാമിൻ സി. 10ാമത്തെ ചോദ്യം, ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്?
LP UP സെക്ഷനിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആസിഡ് പ്രവേശിക്കുന്നുണ്ട്. ആ ആസിഡിന്റെ പേര് ഫോമിക് ആസിഡ് എന്നാണ്. ഫോമിക് ആസിഡ് ആണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. 11ാമത്തെ ചോദ്യം, സയൻസ് സിറ്റി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏതാണ്? സയൻസ് സിറ്റി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം കോട്ടയമാണ്. കുറവിലങ്ങാട് ശാസ്ത്ര നഗരം എന്നാണ് അതറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 12, കടൽവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്നാണ് ആ പ്രക്രിയയുടെ പേര്. ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് നമ്മൾ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത്. 13ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ്? നോർമൽ ടെമ്പറേച്ചർ എത്രയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ രണ്ട് യൂണിറ്റിലും നിങ്ങൾ ഉത്തരം പഠിച്ചിരിക്കുക. ഡിഗ്രി സെൽഷ്യസിലാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം 37 ആണ്. ഫാരൻഹീറ്റിലാണ് ചോദിക്കുന്നതെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 14ാമത്തെ ചോദ്യം, സൂര്യനിൽ ഊർജ ഉൽപാദനത്തിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? അതായത് നമ്മുടെ സൂര്യനിൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നത് ഫിസിക്സിലെ ഒരു പ്രോസസ്സ് വഴിയാണ്. ആ പ്രോസസ്സ് ഏത്? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷനുമുണ്ട്, ന്യൂക്ലിയർ ഫിഷനുമുണ്ട്. അതിൽ സൂര്യനിൽ ഊർജ ഉൽപാദനത്തിന് കാരണമാകുന്ന പ്രതിഭാസമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. 15ാമത്തെ ചോദ്യം, വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാന രോഗം ഏതാണ്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്ന ഒരു ചോദ്യമാണിത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. മലയാളത്തിൽ മാലക്കണ്ണ് എന്നൊക്കെ പറയാറുണ്ട്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. നമ്മൾ തൊട്ടു മുമ്പ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളെ പറ്റി പറഞ്ഞപ്പോൾ വിറ്റാമിൻ സിയും ബിയെയും പറ്റി പറഞ്ഞു. ഈ വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ഒരു വിറ്റാമിൻ ആണെന്ന് ഓർത്തിരിക്കുക. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പോലെ പറഞ്ഞതാണ്. 16ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ ആകർഷിക്കുന്ന ബലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഗുരുത്വാകർഷണ ബലം എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ ആകർഷിക്കുന്ന ബലത്തിന്റെ പേര് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ വീഡിയോയുടെ പുറകിലുള്ള ഞാനും നിങ്ങളും തമ്മിൽ വരെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസപദാർത്ഥം ഏതാണ്? മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസപദാർത്ഥം ലൂസിഫറിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ലൂസിഫറിൻ എന്ന രാസപദാർത്ഥം മൂലമാണ് മിന്നാമിനുങ്ങിന് തിളങ്ങാൻ സാധിക്കുന്നത്. 18ാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതാണ്? ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യമാണിത്. ഭൂമിയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ ആണ്. ഓർത്തിരിക്കുക, ഉത്തരം ഹൈഡ്രജൻ. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം, താപനില അളക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് ഏതാണ്? ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ത്? ഉത്തരം കെൽവിൻ ആണ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര യൂണിറ്റ് ഏതാണ്? കെൽവിൻ. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ഒക്കെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് തന്നെയാണ്. പക്ഷെ താപനില അഥവാ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര യൂണിറ്റ് SI യൂണിറ്റ് കെൽവിൻ ആണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 20ാമത്തെ ചോദ്യം, ഇത് കഴിഞ്ഞാൽ ഉടൻ ബോണസ് ചോദ്യമാണ്. കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? സെല്ലിനെ പറ്റി പഠിക്കുന്ന പഠനശാഖയുടെ പേര്?
വളരെ പ്രധാനപ്പെട്ട ഒരു പഠനശാഖയാണിത്. കോശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയുടെ പേര് സൈറ്റോളജി എന്നാണ്. ഈ ഒരു പഠനശാഖ ഓർത്തിരിക്കുക. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ചെടികളുടെ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു അല്ലെങ്കിൽ പിഗ്മെന്റ് ഏതാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണിത്. നിങ്ങളെല്ലാവരും ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ചോദ്യമാണ്. ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശാസ്ത്ര ക്വിസിന്റെ ഒന്നാമത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ ബാക്കി പാർട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള മാതൃകാ ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.